ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തുള്ളി എണ്ണ ചേർക്കാതെ തന്നെ എത്ര കിലോ സവാളയും ഒരു നിമിഷം കൊണ്ട് വറുത്തെടുക്കാനുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ബിരിയാണിക്കും അതുപോലെ തന്നെ എന്ത് കറിക്കും ഉള്ളിയൊക്കെ ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ നിറയെ എണ്ണ ചേർത്താണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു തുള്ളി എണ്ണ ചേർക്കാതെയാണ് നമ്മളിന്ന് സവാള വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് സവാള വറുത്തെടുക്കാൻ എടുക്കുന്നത്. 2 സവാളയാണ് ഞാൻ ഇപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തോടെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സവാളൊക്കെ അരിയുമ്പോൾ കണ്ണ് നീറുകയാണെങ്കിൽ കുറച്ച് ഐസ് വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ സവാള ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണ് നീറില്ല. അതല്ലെങ്കിൽ നമ്മൾ സവാള അരിയുന്ന ആ ഒരു സമയത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെള്ളം ഒന്ന് മുക്കിയ ശേഷം നമ്മളൊരു പാത്രത്തിലാക്കി വയ്ക്കുകയാണെങ്കിൽ കണ്ണ് നീറാതെ തന്നെ നമുക്ക് സവാള എത്ര വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള അരിയുമ്പോൾ നല്ല കട്ടി കുറച്ച് വേണം സവാള അരിഞ്ഞെടുക്കാൻ. എല്ലാം ഒരേ അളവിൽ തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ വലിയ കട്ടിക്ക് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വറുത്തെടുക്കാൻ ഇത്തിരി താമസിക്കും. അപ്പോൾ നമുക്ക് നല്ല കട്ടി കുറച്ച് വേണം നമ്മൾ സവാള എല്ലാം അറുത്തെടുക്കാൻ. അപ്പം ഞാൻ ഇവിടെ സവാള എല്ലാം ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത സവാള നല്ലതുപോലെ കൈകൊണ്ട് ഒന്ന് ഞെരടി കൊടുക്കണം. കാരണം ആ ഒരു ഇതളായിട്ട് ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഒന്ന് ഞെരടി കൊടുക്കുക കേട്ടോ. നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ സവാളയും നല്ലതുപോലെ ഒന്ന് അതിൻ്റെ അല്ലികളെ പോലെ ഇളകി കിട്ടും. അപ്പോൾ ഇനി ഈ ഒരു സവാളേനൊന്ന് വറുത്തെടുക്കുക. അതിനുവേണ്ടി നമ്മൾ ഗ്യാസ് ഓണാക്കിയ ശേഷം നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ വറുത്തെടുക്കാൻ. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ചെറിയ കപ്പിൻ്റെ അളവിൽ ഒരു 1/4 കപ്പ് റവ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റവയ്ക്ക് പകരം അരിപ്പൊടി തരിയുള്ള പുട്ടിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന സവാള എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തിരി പതുക്കെ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറുതായിട്ട് തീ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഒരു റവ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് തീ കുറച്ച് വെച്ച് നമ്മളിത് വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റവ പിന്നീട് നമുക്ക് വേറെ പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിനി ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. നല്ല ചൂടായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉള്ളി അതിൻ്റെ ഈർപ്പം എല്ലാം പോയി നല്ലതുപോലെ ഒന്ന് വാടിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം തീ കുറച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതന്നെ ഒരു 10 മിനിറ്റ് ആയ ശേഷം നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിനെ വെച്ച് വറുത്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ആ ഒരു റവ മാവ് കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ സവാളയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കളറിലായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടെ ആകുമ്പോൾ നല്ലതുപോലെ ഒന്ന് ആ ഒരു ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി കിട്ടും. അപ്പോൾ നമ്മൾ പല കറികൾക്കും ചിക്കൻ കറികൾ വയ്ക്കുമ്പോഴായാലും ബിരിയാണി വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ സവാള ഇതുപോലെ വറുത്ത് ചേർത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അധികം എണ്ണ ചേർത്താണ് നമ്മൾ വറുത്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ കുറച്ചാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഒട്ടും തന്നെ പേടിക്കാനില്ല. നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ളിയൊക്കെ വറുത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളി നല്ലതുപോലെ വറുത്ത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഈ ഒരു റവ മാവ് ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പം നമ്മൾ ചിക്കനൊക്കെ കോരുന്ന ആ ഒരു തവിയില്ലേ, അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു റവ മാവും ആ ഒരു സവാള എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉള്ളിയൊക്കെ സവാളയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഗോൾഡൻ കളറിൽ തന്നെ നമ്മൾ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ കളറിൽ തന്നെ നമ്മളിവിടെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയില്ലാതെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ഈ ഒരു റവ മാവ് കൊണ്ട് നമ്മൾ നല്ലൊരു ഉപ്പുമാവാണ് തയ്യാറാക്കി എടുക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അളവിൽ മതി. അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഉഴുന്നാണ് കേട്ടോ. ഒരു കുറച്ച് അളവിൽ ഉഴുന്നിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് സവാളയും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സവാള എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം സവാളയും ഒരു ചെറിയ തുണ്ട് ക്യാരറ്റുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടി അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന റവയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ മാവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് വെന്ത് വരേണ്ട വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടി കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഉപ്പൊക്കെ ഒന്നും കൂടിപ്പോകാൻ പാടില്ല. നമ്മൾ നോക്കി വേണം നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനവിടെ കുറച്ചൊരു 1/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റാം. അപ്പോൾ ഞാനവിടെ ഉപ്പുമാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഉപ്പുമാവാണ്. അപ്പോൾ നമ്മൾ ഉള്ളി വറുത്ത ആ റവ മാവും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയാണ്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകില്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പുമാവെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ സവാളയും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സവാള വറുത്ത റവ കൊണ്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.